ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഒന്നൊരു യാത്ര പോവാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഒരു യാത്ര പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ചങ്ങാതി ശരത്തുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മളിപ്പം നേരെ നമ്മൾ മാവേലിക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ബീവെള്ളം ഉള്ളത്. അപ്പോൾ നമ്മൾ മാവേലിക്ക് നാളെ രാവിലെ ട്രിവാൻഡ്രം എത്തും. ട്രിവാൻഡ്രം എത്തിയിട്ട് എന്താ പരിപാടി? സ്ഥലത്ത് തിരുവനന്തപുരത്തെ കുറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ കയ്യിൽ കുറെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടല്ലേ? കുറെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് പോകാൻ ഇഷ്ടം പോലെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പോകണം. അപ്പം നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. കാരണം കുറേ സംഭവങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, നമുക്ക് വർക്കല പോകണം. അങ്ങനെ കുറെ ഞാൻ ഇപ്പോഴേ സ്പോയിലർ തരുന്നില്ല, നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടു നോക്കി. നീ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? എൻ്റെ ഇല്ല, ഒരു മാറ്റവും ഇല്ല. മുടിക്ക് നീ ഇവിടെ അടിച്ചു ഗൈസ്. കളർ ഏതാ? കളറായത് ഇത് ഡൈ അല്ല, ഒരു കളർ ജസ്റ്റ് ഒരു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നല്ല കളറാണ്, അടിപൊളിയായിട്ടുണ്ട്, നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു ഇന്ത്യക്കാരൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. നല്ല ബംഗാളി ലുക്ക് ആയിട്ടുണ്ട് ഗൈസ്. പൈസയും പോയി. ഇപ്പൊ ഗൈസ് ബാക്കിയുള്ള ഇപ്പം രാത്രി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കമ്പാർട്ട്മെന്റിനുള്ളിലെ ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല. ഫുഡ് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കം, പിന്നെ നാളെ കാണാം. ഓക്കെ, നാളെ കാണാം. ബൈ ഗൈസ്. അപ്പൊ നമ്മള് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട്. അല്ല സ്ഥലത്ത് എന്താണ് അറിയില്ല, നമ്മള് കാലുകുത്തിയാടും മഴയാണ്, ഭയങ്കര മഴയാണ്. ഇന്നലെ മഴയുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് കാലുകുത്തുമ്പോ തന്നെ മഴയാണ്. നാട്ടിൽ നല്ല മഴയാന്ന് തോന്നുന്നു. നാട്ടില് മഴയല്ലേ? നാട്ടില് മഴ. ഇനിയിപ്പോ എന്താവുന്നൊന്നും അറിയില്ല. നമ്മളിവിടെ നേരെ പോകുന്ന ഇപ്പം റൂമിലേക്കാണ്. നമുക്ക് അതിന് മുമ്പ് ഫ്രഷപ്പ് ആവണ്ടേ? നോക്കാം, അവിടെ സ്ഥലമുണ്ടോ. അപ്പൊ നമ്മളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പൊ അതിനുശേഷമായിരിക്കും ഇനി ബാക്കിയുള്ള എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മള് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെയുള്ള പടിഞ്ഞാറക്കോട്ടയുള്ള ഒരു വിനായക ടീ സ്റ്റോളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. അതായത് ഇഡലി വട, പിന്നെ ചട്നി ഉണ്ട്, 2-3 ടൈപ്പ് ചട്നി ഉണ്ട്. പിന്നെ ഇവൻ പറഞ്ഞത് വട. ഞാൻ വടയാണ് എടുത്തിരിക്കുന്നത്, കാണുന്നില്ല വട. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നമ്മൾ ബാക്കി റിവ്യൂ ഇടാം. എന്താ ഫുഡൊക്കെ ഉണ്ട്? ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഒന്നാമത് രാവിലെ വരുമ്പോൾ ഒരു ഹോട്ടലൊന്നും തുറന്നിട്ടില്ല, എന്നാൽ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞാൽ ഒരു ചായക്കടയാണ് മെയിൻ. അപ്പോൾ അവിടെ ഇഡ്ഡലി വട അങ്ങനത്തെ സംഭവമാണ്. ഇത് നല്ല കുഴപ്പമില്ലാത്ത ഫുഡ് ആണ്. പിന്നെ അത് കോഫി പറഞ്ഞിട്ടുണ്ട്. എനിക്കും തിരുവനന്തപുരത്തിന് തനതായ ഫുഡ് മറ്റേ രസവടയൊക്കെയാണല്ലേ? രസവട അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ രസവടയൊക്കെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാൻ രസത്തോടെ രസവടയൊക്കെ കാണുന്നുണ്ട്. വടയും രസവടയും മറ്റേ രസവടയ്ക്ക് വേണ്ടി ഡിപ്പല്ലടാ, സാമ്പാർ ഡിപ്പ്. സാമ്പാറിൽ അതോടെ സാമ്പാറും ഇതൊരു പ്ലേറ്റിലിട്ടതിട്ട് ഒരു സ്പൂൺ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ തട്ടി ഇങ്ങനെ കഴിക്കലാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് വരുന്നത് ഹോട്ടലിൻ്റെ പേരാണ് വിനായക ടീ സ്റ്റാൾ. ഇത് വരുന്നത് ഇവിടെ മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ അവിടെയല്ലേ? ആർച്ചാണെന്ന് തോന്നുന്നു. ആർച്ചുണ്ട്. നമുക്കിത് വായനശാലയൊക്കെ ഉണ്ട് AKGയുടെ അവിടെ. പിന്നെ നിന്ന് കഴിക്കാനേ പറ്റി. അങ്ങനെ കഴിക്കാനുള്ള തോരൊന്നുമില്ല, നിന്നിട്ട് കഴിക്കാം. നല്ല കുഴപ്പമില്ലാത്ത ഫുഡ്. പൈസ എത്രയാണെന്ന് അറിയില്ല, നമ്മൾ പൈസ നോക്കിയിട്ടൊന്നും പറയാം. ഇത് പൈസ ഇവിടെ എഴുതിയിട്ടുണ്ട്. വടയ്ക്ക് 10 രൂപ, രസവടയ്ക്ക് 12 രൂപ. അഫോർഡബിളാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചു. നമ്മൾ ഇത്രയും കഴിച്ചത്, അതായത് ഒരു 4 വടയും ഒരു ഇഡ്ഡലി, 2 ഇഡ്ഡലി, 3 ഇഡ്ഡലി, 2 കോഫി ഒക്കെ ആകുമ്പോൾ 100 രൂപയുള്ളൂ. ടോട്ടൽ 100 രൂപയായാലും. പക്ഷേ പ്രൈസ് വളരെ കുറവാണ്. അതെ, ഓക്കെ, സംഭവം ഓക്കെ. എന്നാലും കുഴപ്പമില്ലാത്ത ഫുഡ് വരും. നല്ല ഫുഡാണ്, അത് കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഇനി നമുക്കൊന്ന് അടുത്ത എങ്ങോട്ടേക്കാ? നമുക്കിനി എന്നാൽ പിന്നെ ഒന്ന് റൂം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ഓക്കെ, അങ്ങനെ ആക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ ചെക്ക് ഇൻ ചെയ്ത റൂം. ഇവിടെ നല്ലൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പം ഇതാണ് റൂമിൻ്റെ ഹോള് വരുന്നത്. ഒരു 2 BHK റൂമാണ്. അവിടെ റൂമുണ്ട്, ഇവിടെ ഒരു കിച്ചണുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. നല്ല വിശാലമായ ബെഡ്റൂമാണ്. AC ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ 2 ദിവസം അപ്പം
നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ വണ്ടി വരും. പിന്നെ ഒന്നാമത് നല്ല മഴയാണ്, കാലാവസ്ഥ വളരെ ശോകമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ പോക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളിപ്പോൾ ഉള്ളത് കരമനയാണ്. അപ്പം കരമനയിൽ ഒരു ഫേമസ് ഫുഡ് സ്പോട്ട് ഉണ്ട്, അതായത് ഹോട്ടൽ സംതൃപ്തി. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ മെയിനായിട്ട് ട്രൈ വേണ്ടി പോവാണ്. നല്ല മഴയാണ്, അതുകൊണ്ട് പിന്നെ ഒക്കെ ആകെ ശോകമാണ്. മഴ കേട്ടോ, പുറ പോലും നമ്മുടെ കയ്യിൽ ഭയങ്കര മഴ. അപ്പോൾ ഗൈസ് ഇതാണ് ആ ഹോട്ടൽ സംതൃപ്തി. യെസ്, ഗൈസ് അത്യാവശ്യം ഫേമസ് ഹോട്ടലാണ് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ. ഇവിടുത്തെ ഫുഡിന് ട്രൈ ചെയ്യാം. നമ്മൾ ഊണ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഊണിൻ്റെ കൂടെ ചിക്കൻ പെരട്ട് പറയാം. പെരട്ട് പറയാം. അപ്പോൾ പപ്പടം മാത്രമേ വന്നിട്ടുള്ളൂ, കറിയൊക്കെ വരുന്നുള്ളൂ. എങ്ങനെയുണ്ട് ഊണെങ്ങനെയുണ്ട്? ഇതിനെല്ലാം കുറച്ച് മധുരം കൂടുതലാണ്. ഏതിന്? ഓരോ വായിന്ന് മധുരം കൂടുതൽ. എന്ത് സാധനം എന്നറിയില്ല, ഇവിടുത്തെ എന്താ സംഭവം എന്നറിയില്ല. ഇതിനെല്ലാത്തിനും കുറച്ച് മധുരം കൂടുതലാണ്. നമ്മുടെ ചിക്കൻ പെരട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ പെരട്ട് എടുത്ത് കഴിച്ചു നോക്കി. പെരട്ട അതിനകത്ത് ചിക്കൻ പെരട്ട് എടുത്ത് കഴിച്ചു നോക്കാൻ പോകും. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ചോറിനോട് മിക്സ് ചെയ്ത് കഴിക്കും. എങ്ങനെയുണ്ട്? നമുക്ക് കഴിക്കാൻ തുടങ്ങാം. എന്തൊക്കെയാണ്? ചിക്കൻ ഫ്രൈ, ചിക്കൻ മസാല, കാടമുട്ട റോസ്റ്റ്, കാറാമുട്ട റോസ്റ്റ്. വൈകുന്നേരം ഏറ്റവും കൂടുതൽ ആളുണ്ടാവില്ല. വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുണ്ടാവും. രാവിലെ 2 മണി അങ്ങനല്ല, വൈകുന്നേരത്തിലൊക്കെ 5 മണിക്കൂടിയാണ്. 5 ഉച്ചക്ക് സാധാ ചോറും ധാരാളിക്കാം. ഈ ചിക്കൻ്റെ ഇത് ചിക്കൻ പെരട്ടാണ്. ഇതിന് വൈകുന്നേരം മസാല വരും, കാന്താരി വരും, ചിക്കൻ കാന്താരി ചിക്കൻ ഫ്രൈ ഉണ്ട്. ദോശ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. ദോശ ഗോതമ്പൂട്ട്, അരിപ്പുട്ട്, പുട്ടും ദോശയും ഉള്ള ഐറ്റംസ് എല്ലാം വൈകുന്നേരം ഉണ്ടാവും. രാവിലെ എത്ര മണിയിൽ ഓപ്പണിംഗ് ഉണ്ടാവും? രാവിലെ 5 മണിക്കാണ്. അതായത് വെളുപ്പിന് 3 മണിക്ക് അടക്കി 5 മണിക്ക് വെളിപ്പിന് 3 മണി വരെയാണ്. 2 മണിക്കൂർ ഗ്യാസ് ഉച്ചക്ക് 1 മണിക്ക് ഇത് ലൈവ് തുടങ്ങും അല്ലേ? 12:30 തുടങ്ങി. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാം എല്ലാം കഴിഞ്ഞതാണ്. മീനാണ് ചേട്ടോടെ നാണിച്ചിരിക്കുകയാണ്. ചേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര നാണാണോ? ഇവിടെ പെരട്ടല്ലാണ്ട് വേറെ നോക്കിയാൽ സ്പെഷ്യലുള്ള പിന്നെ ചിക്കൻ മസാല, ബീഫ്, അതുപോലെ പിന്നെ കാടമുട്ട റോസ്റ്റ്. ഓക്കെ, ഇവിടെ ഫേമസ് ഈ പെരട്ടാണോ? ചിക്കൻ പെരട്ട. പെരട്ടല്ലേ? ഓക്കെ ഓക്കെ. നമ്മളിത് കഴിക്കാൻ വേണ്ടി ഇപ്പം വടക്കുന്ന് വരിക. നമ്മൾ കണ്ണൂരിൽ നിന്ന് വരിക കഴിക്കാൻ. കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തുള്ള നല്ല അടിപൊളി ഫുഡ് തപ്പി വന്നത്. ഇവിടെ നല്ല പേരാണ്. നമുക്ക് അത്യാവശ്യം മറ്റേ കുറേ ഫുഡ് സ്പോട്ടൊക്കെ പറഞ്ഞു, അതായത് തൊട്ടപ്പുറത്തുള്ള തമ്പീസ്, പിന്നെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ, നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ബാക്കിയുള്ള പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി വന്ന. അപ്പോൾ നമുക്ക് കഴിച്ചു ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളത് യൂട്യൂബിൽ കൂടെ പറയുന്നതായിരിക്കും. അപ്പം ബാക്കി യൂട്യൂബിൽ കാണാം. ഓക്കെ, ശരി. ഗൈസ്, അപ്പം നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു. ലൊക്കേഷൻ വരുന്നത് കരമനയിലാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, കറിയൊക്കെ അത്യാവശ്യം മധുരമുള്ളതാണ്. അങ്ങനെ നമ്മൾ മറ്റേ വടക്കുന്ന് കഴിക്കുന്ന ഒരു സംഭവമല്ല ഇവിടെ ഉള്ളത്. മധുരമാണ് അല്ലടാ? ട്രിവാൻഡ്രം സൈഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ കറികൾക്കും ചെറിയ രീതിയിൽ മധുരമുണ്ട്. നമ്മൾ ഊണാണ് മേടിച്ചിരുന്നത്. അപ്പോൾ ഊണ് കഴിച്ചു രണ്ടുപേരും. അതിൻ്റെ ഊണിൻ്റെ കൂടെ ഒരു 3-4 കൂട്ടം കറി ഉണ്ടായിരുന്നു. അതിലൂടെ നമ്മൾ ചിക്കൻ പെരട്ടാണ് മേടിച്ചത്. പെരട്ട് നല്ല രുചി ഉണ്ടായിരുന്നു. നല്ല രുചി ഉണ്ടായിരുന്നു. അല്ല, പൊതുവെ നോക്കിയാൽ ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് സ്പൈസി ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം
നമുക്കിവിടെ സ്പൈസി കിട്ടി, നമുക്ക് മധുരമുള്ള ഫുഡാണ് കിട്ടിയത്. പക്ഷേ കുറ്റമൊന്നും പറയാനില്ല, രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, രുചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിനി ഇവിടെ 1-2 ഹോട്ടൽസും കൂടെ ഉണ്ട്. അതായത് ഹോട്ടൽ തമ്പിയുണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് ഹോട്ടൽ തമ്പിയുണ്ട്, കരമനയുള്ളൊരു ഹോട്ടലാണ്. പിന്നെ വേറൊരു ഹോട്ടലുണ്ട് സ്ഥലത്ത്, ഗുഡ് മോർണിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. പിന്നെ കേതൽസ് പോകാൻ പറ്റുമോ എല്ലാം നമുക്ക് നോക്കാം. അതെ, പിന്നെ റഹ്മാനിയ കേതൽസ് എന്ന് പറഞ്ഞൊരു പേരായിട്ട് ഹോട്ടലുണ്ട്. അപ്പം ഒരു 3-4 ഫുഡ് സ്പോട്ട് കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ, അവിടുത്തെ ഫുഡ് കൂടെ ട്രൈ ചെയ്യാം. പിന്നെ ഈ കടയിലെ ചേട്ടൻ പറഞ്ഞു, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊന്നും കഴിക്കുന്നത് വൈകിട്ടാണ്. അപ്പോൾ വൈകിട്ടാണ് 5 മണി 5:30 ടൈം മുതൽ 5 മണി തൊട്ട് ഭയങ്കര ക്രൗഡാണ് ഇവിടെ, ഭയങ്കര ക്രൗഡാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാവും, നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. അത്രയ്ക്കും റഷാണ് ഇവിടെ. പറഞ്ഞ പോലെ അത്രയ്ക്ക് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത്രയും ഒരു ഭയങ്കര ഒരു ഫേമസ് ഹോട്ടലാണ് ഇവിടെ, കരമനയുള്ള, ട്രിവാൻഡ്രം കരമനയുള്ള ഫേമസ് ഹോട്ടലാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷൻ പോവാം. അതല്ലേ, ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 4:30 കൊല്ലം ബസ് കയറി. കൊല്ലം ബസ് കയറിയിട്ട് ഇവിടെ ഇപ്പം ഒരു സമയം 6:30 ആയപ്പോഴാണ് നമ്മളിവിടെ ഇവിടെ കല്ലമ്പലത്ത് എത്തിയത്. ഫുള്ള് ബ്ലോക്കായിരുന്നു, നല്ല കട്ട ബ്ലോക്കായിരുന്നു, നല്ല അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്ലമ്പലത്ത് നമ്മളിപ്പോൾ വർക്കല ബസ് കയറിയിട്ടുണ്ട്. കല്ലമ്പലം വരെ നമുക്ക് ടിക്കറ്റ് ഒരാൾക്ക് വരുന്ന 60 രൂപയാണ്. സോ കല്ലമ്പലത്ത് നമ്മൾ വർക്കലയ്ക്ക് കയറിയപ്പോൾ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 18 രൂപയാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ വർക്കല എത്തിയിട്ട് അവിടുന്ന് വർക്കല ക്ലിഫിലേക്ക് ഓട്ടോ അടിച്ച് പോകല്ലേ. ഓട്ടോ ഉണ്ടാവും തോന്നുന്നു, ബസ് ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം ബാക്കിയുള്ള വിഷ്വൽസ് നമുക്ക് വർക്കല ക്ലിഫിൽ എത്തിയിട്ട് കാണിച്ചു തരാം. കുറച്ച് ഇരുട്ടായി, നമ്മൾ വരാനും കുറച്ച് ലേറ്റായി, കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു. പിന്നെ ബ്ലോക്ക് ആകുമ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അതെ. അപ്പോൾ നമുക്കിനി നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത് വർക്കല ക്ലിഫിലെ നൈറ്റ് ലൈഫാണ്. അവിടെ നൈറ്റ് ലൈഫും കാര്യങ്ങളും, അതുപോലെ തന്നെ അവിടുത്തെ രാത്രിയുള്ള പബ്ബും കാര്യങ്ങളും, ഡാൻസ് ഫ്ലോറും, അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കല ക്ലിഫിൽ കാണിക്കാനായിട്ട്. അപ്പോൾ രാത്രിയാണ് നമുക്ക് ബീച്ചൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ മെയിനായിട്ട് ഇനി കാണാൻ പോകുന്നത് വർക്കല ക്ലിഫിലെ കാഴ്ചകളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വർക്കല ടൗണിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഇപ്പോൾ വർക്കല ക്ലിഫിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ക്ലിഫിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ അത്യാവശ്യം നല്ല വൈബ് സ്റ്റാർട്ടായിട്ടുണ്ട്. അടാ, ഒരു ഗോവ വൈബ് കിട്ടുന്നില്ല നമുക്ക്. ഫുള്ള് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം, ബാബാജി കാ ധാബ, ബാബ കാ ധാബ. ഇവിടെ വേറൊരു ഹോട്ടൽ സാധിക്കും, ഫേസ് കിച്ചൺ. അപ്പോൾ ഇതാണ് ക്ലിഫിൻ്റെ എൻട്രൻസ് വരുന്നത്. അവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇതാണ് മെയിൻ എൻട്രൻസ്. സാറ്റർഡേ ആയിട്ടും മഴയുള്ളതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കുറവുണ്ട് എന്നാണ് ഇവിടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. പോകും നിങ്ങൾ കാണുന്നതാണ് ക്ലിഫ്. ഒരു ഗോവ ഫീൽ ഇടുന്നില്ലേ സ്ഥലത്ത്? അതെ. ഓരോ ഷാക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഷാക്ക്, ഗോവയിലെ ഷാക്ക്. ഓക്കെ. അവിടെ ഒരു ക്ലിഫേ കഫേ ഉണ്ട്, അവിടെ കയറിയാലോ? ക്ലിഫേ കഫേ നോക്കാം. അപ്പോൾ ഇതാണ് ക്ലിഫിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഇതിലൂടെ ഇനി കുറച്ച് നടക്കാനുണ്ട്. സാർ, ഇതിലൂടെ എത്ര ദൂരമുണ്ട് നടക്കാൻ? കുറേ ദൂരമുണ്ടോ? അല്ല, ഇത് വ്ളോഗാണ്. ഓക്കെ. ടാറ്റു അടിക്കുന്നോ? സ്ഥലത്ത് ടാറ്റു അടിക്കണമെന്ന്. ടാറ്റു അടിക്കുന്നോ? ടാറ്റു നമുക്ക് അലർജിയാണ്. ടാറ്റു അടിക്കേ. ഈ ഒരു ടാറ്റു അടിച്ചോ? നല്ല എസ്തെറ്റിക് വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു സീ ഫുഡ് കോർണർ കയറിയാലോ? നല്ലൊരു ഹോട്ടല്, വൈബ് ഹോട്ടല്. നോക്കാം. വരാം. ഇത്തവണ ഓമിന്റെ ടീഷർട്ട് എന്തായാലും മേടിക്കണം. ഒരു ടീഷർട്ട് മേടിച്ചാൽ പിന്നെ കുറേ ആയിരിക്കും. ഒരു ടീഷർട്ട് എടുക്കാൻ പിന്നെ സ്ഥലത്തിലൊരു ടീഷർട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എന്റെ കയ്യിൽ മുന്നേ എന്റെ കയ്യിലുണ്ടായിരുന്നു സാധനം. ഓമിന്റെ ഒരു സാധനം ഉണ്ട്. ടീഷർട്ട് ഒന്നുമില്ലല്ലോ ഇവിടെ കയറുന്നുണ്ട്. അത് അവിടെ ഉണ്ട്. അവിടെ ബാബ ഇങ്ങോട്ട് പോ.
നീ ഇവിടെ കണ്ട ടീഷർട്ട്? ടീഷർട്ട് അവിടെ ഉണ്ട്. ഒരു എസ്തെറ്റിക് കട. അത്യാവശ്യം മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ വ്യൂസ് ഒന്നും അത്രയും ക്ലിയർ അല്ല. ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, നല്ല രസമുണ്ട്. രസമുണ്ടല്ലേ? ഇന്ന് കടൽ കാണാൻ സാധിക്കും ഇവിടെ. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വർക്കല ക്ലിഫിലെ ഒരു അടിപൊളി എസ്തെറ്റിക് പബ്ബിലാണ്. ഇവിടെ താഴെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. താഴെ നമുക്ക് സീറ്റില്ലായിരുന്നു, നമ്മളപ്പം റൂഫ് ടോപ്പിലുള്ളത്. നല്ല അടിപൊളി കിഡിലോസ്കി വൈബാണ് ഇവിടെ. സ്ഥലത്ത് എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? ഒരു രക്ഷയില്ല. അന്ന് സംഭവിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോവയിലെ ഫീൽ തന്നെയാണ് വർക്കല. കാരണം വെച്ചാൽ ഗോവയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബാഗ ബീച്ച്, അതായത് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ബാഗ ബീച്ചിലുണ്ട്. അത് വർക്കല വെച്ച് കമ്പയർ വർക്കല ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ റെസ്റ്റോറൻറ്റും പിന്നെ എല്ലാ കാര്യങ്ങളും മുകളിലാണ്. ഈ റൂഫ് ടോപ്പ് ബാർ നല്ല രസമുണ്ടല്ലേ? ആ, നല്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് രാവിലേക്ക് ഇപ്പം ലൈറ്റൊക്കെ ഇപ്പോഴേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറച്ച് രാവിലെയൊക്കെ ആണെങ്കിൽ ആ ബീച്ചിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പില്ലേ, അങ്ങനെ ഒരു ഷേപ്പിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് കാണും. അത് രാവിലെ നമുക്ക് കാണുള്ളൂ. അതെ അതെ. രാത്രിയാവുമ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ച് ഒന്നും കാണില്ല. കാരണം വെച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ബീച്ചിൻ്റെ ഇത് മാത്രമേ കാണുള്ളൂ. അതുപോലെ ഗൈസ് ഇവിടെ നല്ല വൈബാണ്. നമുക്ക് പുറത്തേക്ക് നോക്കാനൊക്കെ അവിടെ നമുക്ക് വേറെ ബാറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ റൂഫ് ടോപ്പ് ഇപ്പം മഴയാണ്, നമുക്ക് നമ്മളിപ്പോൾ മഴ ഉള്ളതുകൊണ്ട് കുറച്ച് അകത്തേക്ക് ഇരിക്കുന്നത്. അടിപൊളി അടിപൊളി വൈബ് അല്ലേ? നിനക്കിവിടെ വീണ്ടും വരാൻ തോന്നുന്നുണ്ടോ സാധനത്ത്? ഇത് എക്സ്പെൻസീവ് ആണ്. കാരണം വെച്ചാല് അതെ, ഞാൻ സ്റ്റാർട്ടേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മളിപ്പോൾ വർക്കല പറഞ്ഞാൽ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. അതെ. അതേപോലെ തന്നെ ക്യാഷിലും അത് പൈസ ഭയങ്കര പൈസയാണ്. കാരണം വെച്ചാൽ പുറമെ വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫുഡിനാവട്ടെ ഒരു ഡബിളിന്റെ ഡബിളാണ് ഇതിൽ പൈസ. അതെ അതെ. നമുക്കിപ്പം ഓട്ടോയ്ക്കും ഓൾമോസ്റ്റ് 150 rupees എടുത്തു 3 kilometers. ജസ്റ്റ് ഒരു ആംബുലൻസിന് വേണ്ടി മാത്രമാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആംബുലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം വെച്ചാൽ ഇവിടെ ഓൾറെഡി വരുന്ന എല്ലാ ആൾക്കാരും കുറേ അത്യാവശ്യം അതെ ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ, അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും. എല്ലാവരും ഇത് കയറും. നമ്മളിപ്പം ഗോവയിൽ പോവാണെങ്കിലും അവിടുത്തെ റേറ്റ് കൂടുതലായിരിക്കും. ഫോറിനേഴ്സ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അതെ അതെ. മലയാളികൾ കുറവാണ്, മലയാളികൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അതെ, ഞാനിവിടെ അധികം മലയാളികൾ കണ്ടിട്ടില്ല. കൂടുതൽ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും നോർത്തിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഞാൻ കണ്ടത്. അതെ, തമിഴിൻ്റെ കേസ് എന്താ അറിയോ, ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ തമിഴ് എന്നാൽ ഈ തിരുവനന്തപുരം പിന്നെ കന്യാകുമാരി. അതെ അതെ. പിന്നെ തമിഴ്നാടാണ്. അതെ അതെ. തമിഴ്നാട് വെച്ചാൽ ഏറ്റവും ആദ്യം ഇവർക്ക് ഏറ്റവും കൂടുതൽ എത്തുന്ന, അതായത് പെട്ടെന്ന് എത്താൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസ്, അതായത് ഗോവ ഇവർക്ക് എത്താൻ പറ്റില്ല, ദൂരമുണ്ട്. അവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് തമിഴിലെ നാട്ടിൽ നിന്ന് നേരെ വരുന്നത്. അതെ, നാഗർകോവിൽ നമുക്ക് പെട്ടെന്ന് വരാം. നാഗർകോവിൽ ട്രിവാൻഡ്രം, അത് ട്രിവാൻഡ്രത്ത് നിന്ന് കൂടിപ്പോലും 60 kilometer ഒക്കെയാണ് നാഗർകോവിലേക്ക് വരുന്നത്. നാഗർകോവിൽ ഏരിയ ആ തമിഴ്നാട്, ഇത് കഴിഞ്ഞാൽ തമിഴ്നാടായി. അപ്പൊ അവിടുന്ന് ഏറ്റവും കൂടുതൽ, അതായത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് നല്ല സ്പോട്ടായി, അതായത് നല്ലൊരു സ്പോട്ട്, അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട്, അത്യാവശ്യം ഒരു നല്ലൊരു മിനി ഗോവ എന്ന് പറയാല്ലേ. അതെ, അത് തീർച്ചയായും പറയാം. കാരണം വെച്ചാൽ അതിനനുസരിച്ച് ആളുണ്ട്. പിന്നെ ഒന്നാമത് മഴയായിരുന്നു, നല്ല മഴയാണ്. മഴ ഇപ്പം നമ്മുടെ ഓട്ടോക്കാരൻ പറഞ്ഞില്ലേ ഇന്ന് മഴയാണ്ട് ഇത്രയും തിരക്ക് കുറവ്, അല്ലെങ്കിൽ പിന്നെ നല്ല. പിന്നെ ഒന്നാമത് അവർ ഓട്ടോക്കാർ പറഞ്ഞാൽ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഇങ്ങോട്ട് പരമാവധി വരാണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം ഇന്ന് ശനിയാഴ്ചയാണ്, ഇപ്പം മഴയായതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലും ക്രൗഡ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു അല്ലേ. മഴ ആയതുകൊണ്ടാണ് ഇത്തവണ കുറച്ചങ്ങ് ആള്. എന്നാൽ ആള് കുറവൊന്നുമില്ല കേട്ടോ, ആൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, തിരക്കൊക്കെ വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിച്ചില്ല, കാരണം വെച്ചാൽ വണ്ടിയുടെ വെക്കുന്നിടയ്ക്ക് നല്ല വണ്ടി കുറേ. അതെ 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 അതെ. ഇനിയിപ്പം ഇവിടുന്ന് നല്ല
എസ്കൂട്ടായിട്ട് നേരെ റൂമിലേക്ക്. നമ്മള് നേരെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകല്ലേ? തമ്പാനൂര് കുറച്ച് പോകുന്ന വഴിക്ക് 2 ഡ്രസ്സെല്ലാം എടുക്കാൻ പറ്റുവാണ്. അതായത് ഒന്ന് പറയല്ലോ ഓം അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഈ ഒരു ഏരിയയിൽ കിട്ടുള്ളൂ. ഓക്കെ. ഓം പിന്നെ കുറച്ച് സോവനീർ പഠിക്കല്ലേ? വർക്കലയിൽ ഡിവോഷണൽ ഒക്കെ ടച്ച്, അതായത് ഡ്രീം ക്യാച്ചർ അങ്ങനത്തെ എല്ലാം ഒറിജിനൽ സാധനമൊക്കെ ഇവിടുന്ന് കിട്ടും. നമ്മൾ പുറത്തൊന്നും കിട്ടൂല. പിന്നെ ഓൺലൈനിൽ വെച്ചാൽ ഈ സാധനം കിട്ടും, പക്ഷെ 1000-2000 കൂടെ. പക്ഷെ ഇവിടുത്തെ പ്രൈസ് എത്ര അറിയില്ല. ഇവിടുന്ന് മേടിക്കുന്ന ഒരു വൈബ് കിട്ടത്തില്ലോ. ഇവിടുന്ന് എന്തായാലും പ്രൈസ് എത്ര അറിയില്ല, ചോദിച്ചു നോക്കാം. ഇനിയിപ്പം ഇവിടെ നേരെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ വർക്കല ശിവഗിരി സ്റ്റേഷൻ പിടിക്കുന്നു. അവിടുന്ന് അടുത്ത വണ്ടിക്ക് ലോക്കലിൽ നമ്മൾ ഒരു ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങുന്നു. വണ്ടി കാണിക്കുന്നുണ്ട്, 2-3 വണ്ടി കാണിക്കുന്നുണ്ട്. ഡിലേ ഒന്നുമില്ല, കറക്റ്റ് ടൈമിലാണ് വരുന്നത്. അതൊന്ന് നോക്കിയിട്ട് ഇതെടുത്ത് ഇറങ്ങാം. അപ്പൊ നമുക്ക് നേരെ റൂമിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് ആണ് കാണിക്കല്ലേ? ആ റൂമിൽ കുറെ ഫ്രണ്ട്സ് നല്ലൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട്. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. സാക്ഷാൽ പത്മനാഭന്റെ മണ്ണിലാണ് അല്ലേ? ഭയങ്കര ഓറയല്ലേ സ്ഥലത്ത് ഇവിടെ? ഒന്നും ഭയങ്കര ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു? അതെ, അത്യാവശ്യം ആളുണ്ട്, നല്ല തിരക്കുണ്ട്. അതെ. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. നല്ലൊരു HD ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇന്നിപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടല്ലേ? സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ട്. അതായത് പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പം മലയാളികൾ നമ്മൾ കണ്ടിട്ടേ ഇല്ല, കുറവാന്ന് തോന്നുന്നല്ലേ മലയാളികളൊക്കെ? കുറവാണ്. കർണാടക, തമിഴ്നാട്. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം നല്ല ഹെവി ലഞ്ചായിരുന്നു അല്ലേ? 2 കൂട്ട് പായസവും നല്ല വലിയ ഗംഭീരം സദ്യയായിരുന്നു. സദ്യ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വാങ്ങിപ്പോയി. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് വിടുവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വിടുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു കൊച്ചണ്ണൻ സാഹിബ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് പേരിട്ട ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മട്ടനാണ്. അപ്പോൾ മട്ടൻ സൂപ്പ്, മട്ടൻ ചാപ്സ്. അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഇടിയപ്പവും അവൻ യാത്രയാണ്, നമ്മൾ അധികം കഴിക്കുന്നില്ല. ഞാൻ കഴിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ മട്ടൻ ചാപ്സും ഇടിയപ്പവും പൊറോട്ട. കുറച്ച് കഴിച്ചു നോക്കണം. നിനക്ക് വേണ്ടതുകൊണ്ടാകും കയ്യിൽ കഴിച്ചു നോക്കാം. ഞാൻ രാത്രി വെച്ചാ ഒരു സ്പൂൺ തരാമോ? ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ലല്ലേ? കഴിച്ച് ഇവിടെ മട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ചിക്കനും കൂടെ അന്വേഷിച്ചു. അപ്പോൾ ചിക്കൻ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ മട്ടൻ്റെ സൂപ്പുണ്ട്, മട്ടൻ ചോപ്സ് ഉണ്ട്, മട്ടൻ ലിവറുണ്ട്, മട്ടൻ കറിയുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് മട്ടൻ വെച്ച് പിടിച്ച് നോക്കാം. കണ്ടിട്ട് നല്ല രുചിയുള്ള പോലെ തോന്നുന്നുണ്ട്. നോക്കി ഇവിടുത്തെ മട്ടൻ ചാപ്സും കഴിച്ചു നോക്കാം. മിനിയാന്ന് തുടങ്ങി ഞാൻ ഓൺ കഴിക്കാൻ വേണ്ടി. ഞാൻ ഓൺ അങ്ങനെ കഴിക്കില്ല. വല്ലാതെ നല്ല രുചിയുണ്ട്. മട്ടൺ എന്താ അത്ര എരിവൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര എരിവൊന്നുമില്ല. സംഭവം അല്ലടാ, അതല്ല പ്രത്യേക രുചിയാണ്. അത് കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട. കാരണം ഇന്ന് പിന്നെ വെജായിട്ട് കഴിക്കാൻ വെച്ചിരിക്കാം. എനിക്കൊന്ന് ഇതിൻ്റെ കൂടെ ഈ പാലപ്പവും അതായത് ഈ ഇടിയപ്പവും അതൊക്കെ നൈസായിരിക്കും ടേസ്റ്റ്. ഈ മട്ടൻ്റെ കൂടെയൊക്കെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട്. അങ്ങോട്ട് ഈ ഇവിടെ തന്നെ ഈ സ്ഥലം തന്നെ ഇവിടെ അല്ല, അപ്പുറത്ത് തൊട്ടടുത്ത് ബിൽഡിംഗ് ആയിരുന്നു. അതിപ്പം പുതുക്കി പണിയാൻ വേണ്ടി ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതാണ്.
ഇവിടെ നമ്മൾ ആട് ഇവിടെ വരുത്തി ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക. അങ്ങനെയാണ്. അപ്പം ഈ മട്ടൺ അല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട്? റൈസ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയുണ്ട്? ഏതാ? ചോറ്. ഇപ്പം ബിരിയാണി പറഞ്ഞാൽ മട്ടൺ ബിരിയാണി മെയിനായിട്ട് ബിരിയാണിയാണ്, മട്ടൺ ബിരിയാണി. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് കുറച്ച് ഫാമിലി വരുമ്പോഴേ ചിലപ്പോൾ ചിലവർ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഊണും തയ്യാറാക്കും. പിന്നെ ഈ ഇടിയപ്പം, അപ്പം, പൊറോട്ടി, പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റംസ്. വേറെ മിക്സ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല? പുട്ടിൻ്റെ കൂടെ മട്ടൺ ചാപ്സ്? ഫുഡ് അത് ഈ ഏത് വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ സൈഡ് മട്ടനാണ്. ഇതിപ്പം ഏറ്റവും കൂടുതൽ ആള് വരുന്ന ഏത് സമയത്താണ്? രാവിലെ ആണോ? അല്ല, ആള് കൂടുതൽ വരുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഉണ്ടാവും. പിന്നെ ഫാമിലി രാത്രി വൈകിട്ട് ഫാമിലി ബിരിയാണിക്കും ബിരിയാണി മെയിനായിട്ട് ഉച്ചയ്ക്ക്. ഇതിപ്പം GST കൂടെ ഉണ്ട്. അതിന് മുമ്പ് 200 GST വരുമ്പോൾ 210 ബിരിയാണിക്ക് എങ്ങനെയാ? ബിരിയാണി 273. അല്ല, ഇങ്ങനെ ഊണിന് പറയുമ്പോ അത് കറി കൊടുക്കല് ഇങ്ങനെ മട്ടൺ എന്ന കൊണ്ടെല്ലാം വേറെ സാധനം വെജിറ്റേറിയൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ അതില്ലാതെ ഇറച്ചി കഴിക്കാത്തവർക്കാണെങ്കിൽ ഊണ് അതിൻ്റെ കൂടെ കറികളുണ്ടാവും, വെജിറ്റേറിയൻ കറികളുണ്ടാവും. ഈ മട്ടൺ സൂപ്പ് ഉണ്ടല്ലോ, സൂപ്പിനൊക്കെ എത്ര റേറ്റ്? സൂപ്പ് 60 GST. ഗൈസ്, അപ്പോൾ ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞു, നല്ല അടിപൊളി സദ്യയായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ സദ്യ 3 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. പിന്നെ ബോളി ഉണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രം സദ്യയായിരുന്നു. കാരണം വെച്ചാൽ ഞാനിതുവരെ ട്രിവാൻഡ്രം സദ്യ കഴിച്ചിട്ടില്ല. ഇത് ആദ്യം ഒരിക്കൽ ചോറ് വിളമ്പി, ആദ്യം കുറച്ച് ചോറ് വിളമ്പി, എന്നിട്ട് പരിപ്പ് കറി. പിന്നെ നെക്സ്റ്റ് രണ്ടാമത് ചോറ് വന്നു, അതില് സാമ്പാർ. അത് കഴിച്ചിന് പിന്നെ മൂന്നാമതും ചോറ് വന്നു. മൂന്നാമതും കുറച്ച് ചോറ് അതില് പുളിശ്ശേരി. അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു. കാരണം വലിയ നമ്മൾ ഇതാക്കുന്ന മധുരം അങ്ങനെ വലിയ മധുരമൊന്നുമില്ല. കാരണം നേരത്തെ ഹോട്ടലിൽ പറഞ്ഞില്ലേ, ഹോട്ടലിൽ പറഞ്ഞ പോലെ മധുരമൊന്നുമില്ല. ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലടാ, ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് കഴിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരം ഉണ്ടായിരുന്നു. പക്ഷെ തിരുവനന്തപുരം സദ്യയിൽ അങ്ങനെ വലിയ മധുരം അങ്ങനത്തെ സംഭവമൊന്നും കണ്ടിട്ടില്ല. അപ്പോ മൊത്തം പ്ലാൻ തേഞ്ഞ് ഒട്ടിയ അവസ്ഥയിലുണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം റൂമിൽ പോയ പാടെ തന്നെ ഒരു 3-3:30 സമയമായി. അതിനുശേഷം ഒരു 5 മണിക്ക് നമ്മൾ ഇറങ്ങാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് നല്ല മഴ. അപ്പോൾ ആ മഴയുള്ളൂ നമുക്ക് ആഴിമല പോകാൻ പറ്റില്ല. ആഴിമല ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. നമുക്ക് ആക്ച്വലി കുറേ പ്ലാൻ ഉണ്ട്. അതായത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ട് ഉണ്ട്. അതായത് തമ്പീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗുഡ് മോർണിംഗ് ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ സംതൃപ്തി നമുക്ക് ഒന്നുകൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഇവിടെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ട്രിവാൻഡ്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇഷ്ടംപോലെ മറ്റേ ഫുഡ് സ്പോട്ട് ഉണ്ട്. അതായത് ഹൽവ കിട്ടുന്ന ഹോട്ടലുണ്ട്. ടൈം 4 മണിയാണ്. പിന്നെ മഹാബോളി കിട്ടുന്ന ഹോട്ടലുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മഹാബോളി കിട്ടുന്ന ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ കാരണം അവിടെ ഒന്നും പോകാൻ സാധിച്ചില്ല. അപ്പം അതുപോലെ തന്നെ ഈ ആഴിമല ശിവന്റെ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു? നേരെ ഈ കൊച്ചണ്ണൻ സാഹിബ് വേറൊരു ഫേവറേറ്റ് ഒരു മട്ടൺ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു. മട്ടൺ റോസ്റ്റ്, അതായത് അത് ട്രൈ ചെയ്ത് നമ്മൾ നേരെ വീണ്ടും നല്ല മഴയായിരുന്നു. നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് വന്നു. നമ്മുടെ വണ്ടി 7:30 അപ്പം സ്റ്റേഷനിൽ വന്നിട്ട് വണ്ടി കയറി. അപ്പോൾ വണ്ടി കയറിയപ്പോൾ അടുത്ത പണി കിട്ടി. നമ്മുടെ ഒരു ടിക്കറ്റ് മാത്രമേ കൺഫേം കൺഫേം ഒന്നേ ആയിട്ടുള്ളൂ. ഒന്ന് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ടി ചോദിച്ചപ്പോൾ ടി പറഞ്ഞു ടിക്കറ്റ് ഒന്നുമില്ല, നമ്മളിനി ഒരു ടിക്കറ്റിൽ ഷെയർ ചെയ്തിട്ട് 15 വരെ യാത്ര ചെയ്യേണ്ടി വരും. അതാണ് അതിലെ കോമഡി. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ യാത്രകൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് വരുന്നത്. അപ്പം നമുക്ക് ഈ എക്സ്പീരിയൻസ് എല്ലാ വട്ടം പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫേം ആയിട്ട് പോകാൻ പറ്റും സാധ്യത ഉണ്ടാവില്ല. നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ഈ ട്രിപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഈ ട്രിപ്പ് വളരെ അൺപ്ലാൻ ട്രിപ്പാണ്. നമ്മൾ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ട്രിപ്പാണ്. കാരണം പെട്ടെന്നൊരു തീരുമാനത്തിൽ ഉണ്ടായൊരു പ്ലാനാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ചാൻസ് കുറവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇങ്ങോട്ടാണ് കൺഫേം ടിക്കറ്റ്. അങ്ങോട്ട് പോകാൻ ഒരു ടിക്കറ്റ് കൺഫേം ആയി. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇവിടെ ഈ തേർഡ് ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റും. അപ്പം ഒരു ലെങ്തി വീഡിയോ ആണിത്. നിങ്ങൾ ഇത്രയും കണ്ടതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലുകൾ കാണാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു സമയത്ത് വേറൊരു വ്ളോഗായിട്ട് വരാം. അതുവരെയും ബൈ.